ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഗോവയെ അവർ പരാജയപ്പെടുത്തിയത്. ഏകദേശം 61,000-ഓളം വരുന്ന കാണികൾക്ക് മുന്നിലായിരുന്നു ഈ ഒരു ഗംഭീര വിജയം മോഹൻ ബഗാൻ സ്വന്തമാക്കിയിരുന്നത്. മാത്രമല്ല മത്സരശേഷം ഷീൽഡ് കിരീടം അവർ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറി അത് രാഹുൽ കുമാർ ഗുപ്തയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാനത്തെ മത്സരമായിരുന്നു ഇന്നലെ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ കരിയറിന് ഇപ്പോൾ വിരാമമായിട്ടുണ്ട് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ജംഷഡ്പൂരും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കളിച്ച മത്സരത്തിൽ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ നേടിയിട്ടും അത് രാഹുൽ കുമാർ ഗുപ്ത ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. അക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അദ്ദേഹത്തോട് വലിയ ഒരു അമർഷമുണ്ട് എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ റഫറിംഗ് കരിയർ അവസാനിപ്പിച്ചിട്ടുള്ളത്. 2019 ഇദ്ദേഹത്തിന് ഫിഫയുടെ റഫറിംഗ് ഇന്റർനാഷണൽ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട പല മത്സരങ്ങളും അദ്ദേഹം നിയന്ത്രിച്ചു എന്നുള്ളതാണ്. 2022-23 സീസണിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ബെസ്റ്റ് റഫറിക്കുള്ള ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ റഫറിമാരിൽ ഒരാളായിക്കൊണ്ട് തന്നെയാണ് രാഹുൽ കുമാർ ഗുപ്ത ഇപ്പോൾ പടിയിറങ്ങുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.